DLED 2026-28 വർഷത്തെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ വൈകിയാണ് DLED അപേക്ഷകൾ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നേരത്തെ തന്നെ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. DLED അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വിളിക്കാനും അതേപോലെ ക്ലാസ് തുടങ്ങാനും വളരെ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷകൾക്ക് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് കൊണ്ട് ക്ലാസും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തുടങ്ങാൻ സാധ്യതയുണ്ട്. ഈ വർഷത്തെ DLED നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നു എന്നത് മാത്രമല്ല ഒരു പ്രത്യേകതയായിട്ടുള്ളത്. ഈ വർഷം DLED അപേക്ഷകൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. കഴിഞ്ഞ വർഷം വരെ ഓഫ്ലൈൻ ആയിരുന്നു എന്നത് വലിയൊരു മാറ്റം തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഓഫ്ലൈൻ ആയിട്ട് അപേക്ഷ വിളിച്ചതായിരുന്നു അഡ്മിഷൻ നടപടികൾ നീണ്ടുപോകാനുള്ള മറ്റൊരു കാരണം എന്നുള്ളത്. എന്നാൽ ഈ വർഷം അത് മാറ്റി ഓൺലൈൻ ആക്കിയതുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ അടുത്ത മാസം ആദ്യത്തോടുകൂടി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. വെൽക്കം ടു RM Blogs. DLEDന് അപേക്ഷിക്കാനുള്ള യോഗ്യത, കോളേജ്, ഫീസ് ഇളവ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. DLEDുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോയും കൂടെ കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിനകത്ത് പിൻ ചെയ്ത് വെക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞങ്ങളുടെ DLED ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ ഗ്രൂപ്പിനകത്ത് കൂടെ ജോയിൻ ചെയ്യുക. DLED അപേക്ഷ 6/6/2026 മുതൽ 15/6/2026 വരെ അപേക്ഷിക്കാം. അതായത് ജൂൺ 6 മുതൽ ജൂൺ 15 വരെയാണ് DLED കോഴ്സിന് അപേക്ഷിക്കാനുള്ള സമയം. ഈ തവണ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജുകളിലേക്കുള്ള അപേക്ഷാ ഫീസ് 5 രൂപയും സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള അപേക്ഷാ ഫീസ് 100 രൂപയുമാണ്. SC/ST കാറ്റഗറിക്കാർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. അപേക്ഷ അയക്കുന്ന സമയത്ത് കൃത്യമായി പരിശോധിച്ച് തെറ്റുകളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുള്ളൂ. അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ തിരുത്താനുള്ള അവസരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ കൊടുക്കുക. DLED ഓൺലൈൻ അപേക്ഷകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർ നമ്മളുടെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപേക്ഷ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. അപേക്ഷ അയച്ചതിന് ശേഷം അഡ്മിഷൻ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ച് പിന്നീട് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിഗ്രി മോഡൽ ഒരു അലോട്ട്മെന്റ് ആണ് ഉണ്ടാവുക. അലോട്ട്മെന്റിൽ പേര് വരുന്ന കുട്ടികൾ അവർക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചത് ആ കോളേജ് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കണം. നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായി സർട്ടിഫിക്കറ്റ് അവർ വെരിഫൈ ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അപേക്ഷ അയക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷ അയക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അറിയാതെ NSS അതേപോലെ എന്തെങ്കിലും സെലക്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക NSS മാർക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും. വെരിഫിക്കേഷൻ സമയത്ത് NSS സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത പക്ഷം നിങ്ങൾക്ക് ആ റിസർവേഷൻ നഷ്ടമാകും. അപ്പോൾ ചിലപ്പോൾ അഡ്മിഷൻ തന്നെ കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മാത്രം അപേക്ഷ നൽകുക. എയ്ഡഡ് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റിൽ അപേക്ഷ നൽകാൻ അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അപേക്ഷ പൂരിപ്പിച്ച് കൃത്യമായിട്ട് ഏത് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് അവിടെ എത്തിക്കുക. അല്ലെങ്കിൽ അവിടുത്തെ മാനേജറുടെ പേരിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയക്കുക. നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയക്കുന്നതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ ഏത് ജില്ലയിലാണോ അപേക്ഷ അയക്കുന്നത് ആ ജില്ലയിലെ DD ഓഫീസിലേക്കും ഒരു കോപ്പി അയക്കണം. നിങ്ങൾ നേരിട്ട് മാനേജറെ കണ്ട് അപേക്ഷാ ഫോം കൊടുക്കുകയാണെങ്കിൽ ആ കോളേജിൽ എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് അന്വേഷിക്കുക. ചില കോളേജുകൾ DD ഓഫീസിൽ നിന്ന് അവർ തന്നെ കോളേജ് തന്നെ എത്തിച്ചു കൊടുക്കാറുണ്ട്. ചില കോളേജുകൾ നിങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടു കൊടുക്കാൻ പറയാറുണ്ട്. അത് കൃത്യമായിട്ട് കോളേജിൽ അന്വേഷിക്കുക. മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിനകത്ത് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്യേണ്ടതാണ്. നിലവിൽ ഇപ്പോൾ +2 പാസ്സായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ +2 പാസ്സായതിന്റെ പ്രിന്റ് ഔട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നൽകിയാൽ മതിയാകും. സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ കേസിൽ നിങ്ങൾ ഏത് കോളേജിലാണോ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൽ മാനേജറുടെ പേരിൽ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നോ പ്രൈവറ്റ് ബാങ്കിൽ നിന്നോ എടുത്ത 100 രൂപയുടെ ക്രോസ് ചെയ്ത ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ് വെക്കേണ്ടത്. അതിന്റെ ഒരു മോഡൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നമ്മൾ 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത് നമ്മൾ അപേക്ഷിക്കുന്ന കോളേജിന്റെ മാനേജറുടെ പേരിലാണെന്ന് പറഞ്ഞു. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു കോളേജിന്റെ പേരെടുക്കാം. നമ്മളിപ്പോൾ ഒരു സിൽവർ കോളേജ് എന്നുള്ളൊരു കോളേജിലാണ് നമ്മൾ ചേരാൻ പോകുന്നതെങ്കിൽ മാനേജർ സിൽവർ TTI കാഞ്ഞങ്ങാട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്.
കാര്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായ മറുപടി നൽകുന്നതാണ്. DLEDന് ട്രാൻസ്ഫർ ലഭിക്കുന്നത് ഓരോ സെമസ്റ്ററുകളുടെയും അവസാനമാണ്. ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കുള്ള ട്രാൻസ്ഫറുകൾ പൊതുവെ ഇപ്പൊ അനുവദിച്ച് കാണാറില്ല. ഫീസിന്റെ കാര്യത്തിൽ ഇത്തവണ വർധനവൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷത്തിലെ അതേ ഫീസ് തന്നെയാണ്. സെൽഫ് ഫിനാൻസ് കോളേജിൽ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ 60,000 രൂപ, മാനേജ്മെന്റ് സീറ്റ് ആണെങ്കിൽ 70,000 രൂപ. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. ചില കോളേജുകൾ അനുസരിച്ച് ഡിപ്പെൻഡന്റ് ആണ്, ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തേക്കുള്ള ഫീസാണ്. നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഇയർ വൈസ് ആയിട്ടോ ആണ് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരിക. ഈ ഫീസ് കൂടാതെ അഡ്മിഷൻ ഫീസ്, അതേപോലെ യൂണിഫോമിന്റെ പൈസ എന്നിവയാണ് ഉണ്ടാവുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ DLED ഡിമാൻഡ് ഉള്ളത് മലബാർ ഏരിയയിലേക്കാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ. കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ചിലപ്പോൾ ഈ വർഷം മാറ്റങ്ങൾ വരാം, നമുക്ക് കൃത്യമായിട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല സെലക്ട് ചെയ്യാം. ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം കൃത്യമായിട്ട് ഓർക്കുക. വെബ്സൈറ്റിനകത്ത് കയറി കൃത്യമായിട്ട് കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം കൃത്യമായി വായിച്ചു നോക്കി പൂരിപ്പിക്കുക. തെറ്റ് വരുത്താതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, കൃത്യമായ മറുപടി നൽകുന്നതാണ്. ചാനലിൽ വരുന്ന വീഡിയോകളും ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.